അസ്സലാമു അലൈക്കും. നമുക്കെല്ലാ സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും ഇനി ഒരുപാട് കയ്യിൽ കാശുള്ള ആളായിക്കോട്ടെ, ഉയർന്ന സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, വലിയ വീടുണ്ടെങ്കിലും, വില പിടിപ്പുള്ള കാറാണെങ്കിലും, നാട്ടിൽ നല്ല സ്ഥാനമുള്ള ആളാണെങ്കിലും, ഇങ്ങനെ ഏത് കാര്യമാണെങ്കിലും അവരുടെ വീട്ടിൽ സമാധാനവും ഐക്യവുമില്ലെങ്കിൽ ഒരു സുഖ സൗകര്യത്തിലും നമ്മുടെ ഉള്ളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. ഉമ്മയും ഉപ്പയും മക്കളുമൊക്കെ ഒന്നിച്ചിരുന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കാണാൻ ഒരു ഐശ്വര്യമാണ്. അങ്ങനെയുള്ള വീടുകൾ എത്ര ചെറുതാണെങ്കിലും കാണാൻ നല്ല ബർക്കത്താണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എൻ്റെ വീട്ടിലുള്ളവർ സ്നേഹത്തോടെ ആയിരിക്കണം, എല്ലാവരും തമ്മിൽ നല്ല ഐക്യം വേണം, വീട്ടിൽ എപ്പോഴും നല്ല സന്തോഷവും സമാധാനമൊക്കെ വേണം. അതിനു വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഓതാൻ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആരെങ്കിലും വ്യാഴാഴ്ച രാത്രി, അതായത് വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ ഇഖ്ലാസ് 11 വട്ടം ഓതുക. ശേഷം 100 തവണ സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ ദുആ ചെയ്താൽ ആ വീട്ടിൽ നല്ല സ്നേഹബന്ധം വർദ്ധിക്കും, കുടുംബത്തിൽ ഐക്യമുണ്ടാകും, കുടുംബത്തിൽ സമാധാനമുണ്ടാകും. വ്യാഴാഴ്ച രാത്രി ഇതുപോലെ ചെയ്താൽ മതി. എല്ലാവർക്കും പെട്ടെന്ന് ചൊല്ലിത്തീർക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും സമാധാനം കിട്ടാൻ കുറച്ച് കാര്യങ്ങളെ നോക്കാം. നമ്മുടെ വീട്ടിൽ ഖുർആൻ അധികരിപ്പിക്കുക. സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ ഓതുക. പ്രത്യേകിച്ച് ആയത്തുൽ കുർസി നിത്യവും ഓതുക. പിന്നെ ദിക്റുകൾ അധികരിപ്പിക്കുക. മുടങ്ങാതെ നിസ്കരിക്കുക. എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ആ വീട്ടിലെ ഉമ്മായും ഉപ്പായും മക്കളും ഒന്നിച്ചിരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. ആ വീട്ടിലുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് നിസ്കരിക്കുകയും ഖുർആൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക, പ്രാർത്ഥിക്കുക. ഇതൊന്നും ചെയ്യാത്ത വീടുകളുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാഹുവിനെ ഓർക്കുന്ന വീടുകൾ ജീവനുള്ള മനുഷ്യനെ പോലെയും അല്ലാഹുവിനെ ഓർക്കാത്ത വീടുകൾ മയ്യത്തിനെ പോലെയാണ്. ഇനി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരുമിച്ചിരുന്ന് ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിലും ബർക്കത്തുണ്ടാകും, ആ വീട്ടിലും ബർക്കത്തുണ്ടാകും. എല്ലാവരും വ്യാഴാഴ്ച രാത്രി സൂറത്തുൽ ഇഖ്ലാസ് 11 വട്ടം ഓതാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ ആ കുറച്ച് കാര്യവും മറക്കരുത്. ഇത് നമ്മുടെ കുടുംബത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കൂടി വേണ്ടിയാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു നടത്തിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.